أعوذ بالله من الشيطان الرجيم. وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. وما ذرأ لكم في الأرض مختلفا ألوانه إن في ذلك لآية لقوم يذكرون. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. وألقى في الأرض رواسي أن تبيد بكم وأنهارا وسبلا لعلكم تهتدون. وعلامات وبالنجم هم يهتدون. സൂറത്തുൽ നഹ്ൽ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ്. രാപ്പകലുകളെയും സൂര്യചന്ദ്രന്മാരെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനക്കനുസൃതമായി വിധേയമാക്കപ്പെട്ടു. ചിന്തിക്കുന്നവർക്ക് ഇതിലേക്ക് ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്. വർണ്ണവൈവിധ്യമുള്ള ധാരാളം വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി അവൻ ഭൂമിയിൽ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ഉത്ബുദ്ധരായ ജനങ്ങൾക്ക് അതിലൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. സമുദ്രം നിങ്ങൾക്ക് വിധേയമാക്കി തന്നതും അവൻ തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾ മൃദുവായ മത്സ്യമാംസം ഭക്ഷിക്കുന്നു. അണിയാനുള്ള ആഭരണങ്ങൾ ശേഖരിക്കുന്നു. തിരമാലകളെ കീറി മുറിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകളെ നീ കാണുന്നില്ലേ? അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുന്നു. അവരോട് നന്ദിയോടെ വർത്തിക്കുവാനാണ് അവനോട്, അതായത് അള്ളാഹുവോട് നന്ദിയോടെ വർത്തിക്കുവാനാണ് ഇതൊക്കെയും. അവൻ ഭൂമിയിൽ മലകളാകുന്ന കീലങ്ങൾ അഥവാ ആണികൾ സ്ഥാപിച്ചു. അത് നിങ്ങളെയും കൊണ്ട് ആടി ഉലയാതിരിക്കാൻ വേണ്ടി അതിൽ നദികളും ജലപാതകളും ഒരുക്കി. നിങ്ങൾ നേർവഴി കണ്ടെത്തുവാൻ വേണ്ടി വഴിയടയാളങ്ങളും സ്ഥാപിച്ചു. ജനങ്ങൾ നക്ഷത്രങ്ങൾ മുഖേന വഴികളും മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച പല വസ്തുക്കളെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യവും ആവശ്യവുമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ ഓർമ്മിപ്പിക്കുന്നത്. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മനുഷ്യന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, കടലിൽ അള്ളാഹു സൃഷ്ടിച്ച വിവിധയിനം മത്സ്യങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ തുടങ്ങി എണ്ണിയാറൊടുക്കാത്ത വസ്തുക്കൾ, പെട്രോൾ വരേക്കും കടലിൽ ഉണ്ട്. ഭൂമിയുടെ ബാലൻസ് സന്തുലിതമാക്കി നിർത്തുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളിൽ നിന്നും പുറപ്പെടുന്ന നദികൾ, ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തേക്കും ആ നദികൾ വെള്ളത്തെ പരത്തിവിടുകയാണ്. കടലിലും കരയിലും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ വഴികളും വഴിയടയാളങ്ങളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എന്നിരിക്കെ അവനെ അനുസരിച്ചും കീഴ്പ്പെട്ടും ജീവിക്കുന്നതിന് പകരം ഇതൊന്നും ചെയ്യാത്ത ബിംബങ്ങൾക്കും കല്ലുകൾക്കും മനുഷ്യൻ ആരാധനകളും പൂജകളും അർപ്പിക്കുകയാണ്. എന്തൊരു നന്ദി കെട്ട മനുഷ്യൻ! ഇതൊക്കെ ഇത്ര വിശദമായി തന്നെ വിവരിക്കുന്നത് മനുഷ്യൻ ചിന്തിക്കുവാനും കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഗ്രഹിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ചെയ്യാത്തവരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. യാതൊന്നും ചിന്തിക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്തവർ ബധിരരും മൂകരുമാണ്. അള്ളാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവികളാണവർ. സത്യവിശ്വാസികളായ നാം പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തെക്കുറിച്ചും പഠിക്കണം, ചിന്തിക്കണം. ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വിവിധയിനം ശാസ്ത്രശാഖകളിൽ അഗ്രഗണ്യരായിരുന്നു.
ജീവശാസ്ത്രം, രസതന്ത്രം, ഊർജം, ഗോളശാസ്ത്രം, വൈദ്യം തുടങ്ങി എല്ലാ ശാസ്ത്രീയ രംഗങ്ങളിലും അവർ ലോകത്തിൻ്റെ നേതൃനിരയിലായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് വന്ന തലമുറകൾ, മുസ്ലിങ്ങൾ, അവർ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കാരണം ഖുർആനിൽ നിന്നും പ്രവാചകചര്യയിൽ നിന്നും മുഖം തിരിച്ചതാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.